ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആണ്ടുവട്ടം 10-ാം വാരത്തിലെ തിങ്കളാഴ്ചയായ ഇന്ന് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 12 വരെ വാക്യങ്ങളാണ് നാം ധ്യാന വിഷയമാക്കുന്നത്. യേശു പറയുന്നു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. ആത്മാവിലെ ദാരിദ്ര്യം ഒരുവൻ ആധ്യാത്മികതയിൽ സമ്പന്നനാണ് എന്നതിൻ്റെ അടയാളമാണ്. ഈ ദാരിദ്ര്യത്തിലാകട്ടെ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസമാണ് ഒരുവൻ്റെ സമ്പത്ത്. ഈ വിശ്വാസം നമ്മെ ദൈവാശ്രയ ബോധത്തിൽ വളർത്തുന്നു. ബിലീവ് ഇൻ യോർ സെൽഫ് എന്ന ഒരു ചെവിട്ടോർമ്മ പോലെ ലോകം നമ്മോട് മന്ത്രിക്കുമ്പോഴും അതിന് വശംവദരാകാതെ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുവാൻ നാം പരിശീലിക്കുമ്പോൾ നമ്മളും ഭാഗ്യവാന്മാരാകും. സ്വർഗം നമുക്ക് തുറന്നു കിട്ടും. അവിടുന്ന് പറയുന്നു, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. വിലപിക്കാനും പരിതപിക്കാനും ഒട്ടേറെ കാരണങ്ങൾ നമുക്ക് ഓരോരുത്തർക്കുമുണ്ടാകും. നമ്മുടെ രോഗങ്ങളും സഹനങ്ങളും പരിമിതികളും പാപത്തിൻ്റെ കെട്ടുകളുമെല്ലാം നമ്മെ അസ്വസ്ഥരാക്കുന്നുണ്ട്. എന്നാൽ നാം ആശ്വാസം തിരയേണ്ടത് ദൈവത്തിലാണ്. ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കുമെന്ന് വെളിപാട് വചനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ദുരിതങ്ങളിൽ ദൈവം നൽകുന്ന ശാശ്വതമായ സമാശ്വാസത്തിനായി പ്രത്യാശിക്കാം. അസമാധാനത്തിൻ്റെയും പൊട്ടിത്തെറികളുടെയും ലോകത്തിൽ നമ്മൾ ശാന്തത ശീലിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. 37-ാം സങ്കീർത്തനം വഴി അവിടുന്ന് നമ്മെ ക്ഷണിക്കുന്നത് കർത്താവിൻ്റെ മുൻപിൽ സ്വസ്ഥമായി ഇരിക്കാനാണ്. അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. ശാന്തശീലനും വിനീതഹൃദയനുമാകുന്ന യേശുവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് അവിടുത്തെ ശാന്തത പഠിച്ചെടുക്കാനും പരിശീലിക്കാനും സാധിക്കുക. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. ദൈവഹിതം അന്വേഷിക്കുന്നവർ നീതിക്ക് വേണ്ടി വിശപ്പും ദാഹവും സഹിക്കുന്നവരാണ്. ദൈവഹിതമനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുകയും അത്തരുണത്തിൽ ജീവിതം ക്രമപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ജീവിത സംതൃപ്തി ആസ്വദിക്കാൻ നമുക്ക് കഴിയൂ. ഹൃദയശുദ്ധിയുള്ളവർക്കേ ദൈവദർശനം സാധ്യമാവൂ എന്ന് അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഹൃദയത്തിൽ നിന്നാണ് എല്ലാ അശുദ്ധിയും കടന്നു വരുന്നതെന്ന് യേശു പറഞ്ഞത് നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. പരമപരിശുദ്ധിയായ ദൈവത്തിന് മുൻപിൽ അശുദ്ധമായതൊന്നിനും കടന്നു ചെല്ലാൻ സാധ്യമല്ലാത്തതിനാൽ ദൈവദർശനത്തിന് നമ്മെ തടസ്സപ്പെടുത്തുന്ന എല്ലാ അശുദ്ധിയിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കാം. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ദൈവപുത്രരാകാനുള്ള അവശ്യ ഘടകങ്ങളിൽ ഒന്നാണ് സമാധാന സ്ഥാപനം. നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ സമാധാന ദൂതരാകാനുള്ള വിളി നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. നമ്മുടെ കുടുംബങ്ങളിലും അയൽപക്കങ്ങളിലും തൊഴിലിടങ്ങളിലുമുള്ള അശാന്തി ഇല്ലായ്മ ചെയ്യാനും സമാധാനം പുനഃസ്ഥാപിക്കാനുമുള്ള കടമ കൂടി നമുക്ക് ഉണ്ടെന്ന് ഓർത്തിരിക്കാം. നാം ഏറ്റുപറയുന്ന വിശ്വാസത്തിനു വേണ്ടി പീഡനങ്ങൾ ഏൽക്കാൻ കൂടി സന്നദ്ധരാകണമെന്നും വിശ്വാസം വച്ചു നീട്ടുന്ന അനുദിന ക്ലേശങ്ങൾ സഹിഷ്ണുതയോടെ ഏറ്റെടുക്കാനുമുള്ള സന്നദ്ധതയും ഉള്ളവരായി തീരാൻ കർത്താവിൻ്റെ കൃപയ്ക്ക് നമ്മെ തന്നെ ഭരമേൽപ്പിക്കാം. ഈശോയുടെ തിരുഹൃദയം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.